ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് പുതിയങ്ങാടിയിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതായത് പുതിയങ്ങാടി എൻ്റെ വീടാണ്. എൻ്റെ വീടും എൻ്റെ ഉമ്മാൻ്റെ വീടിനും മിഡിലായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പം എൻ്റെ ചെറുപ്പം തൊട്ടേ ഞങ്ങളിത് കണ്ടു വരുന്നൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിൽ കാര്യം. എന്താ പറയുക, കല്യാണത്തിന് മുമ്പൊക്കെ ഞാനിതിൽ ഭയങ്കരമായിട്ട് പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഇപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾ നാട്ടിലുണ്ടാവാറുമില്ല, അതിലങ്ങനെ പങ്കെടുക്കാറുമില്ല. പക്ഷേ ഇതിന് ഈ ഫെസ്റ്റിവലിനേക്കാളും കൂടുതൽ ഇവിടെ ഒരു ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് ഈ ഒരു ദിവസം, ഈ 3 ദിവസങ്ങൾ കേട്ടോ. അതായത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് എല്ലാവരും കൂടി ഒത്തുചേരുക. അതായത് എൻ്റെ ഉമ്മാൻ്റെ വലിയുമ്മാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും, അവർ വയനാട്ടിലുള്ളവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഫാമിലി മൊത്തം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുണ്ടാവും. എൻ്റെ ഉമ്മ വർഷങ്ങളായിട്ട്, എൻ്റെ ചെറുപ്പം തൊട്ടേ ആ 3 ദിവസം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാവുക, എൻ്റെ വീട്ടിൽ ആളുണ്ടാവില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വീട് പൊളിക്കലും എല്ലാം കൂടി ആയിട്ട് എൻ്റെ വീട്ടിലാണല്ലോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് 2 ദിവസം നിന്നിട്ടുള്ളത്, ബാക്കിയുള്ള ദിവസം ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മാൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇക്ക ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ പാട് മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്നിട്ടുള്ളത്. പിന്നെ റീനു റോസൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നെ അങ്ങനെ ഞങ്ങളവിടെ നിന്നിട്ടില്ല. കാരണം ഞങ്ങൾ വല്ലപ്പോഴും യു എന്ന് വരുന്നൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് ഉമ്മാൻ്റെ വീട്ടിലാട്ടോ, അതായത് അമ്മാവിൻ്റെ വീട്ടിലാണ് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി നിൽക്കുന്നത്. നേർച്ചയുടെ ഫസ്റ്റ് ഡേ നൈറ്റാട്ടോ. അപ്പം വൈകുന്നേരം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നേർച്ച കാണാൻ വേണ്ടിയിട്ടല്ല, ഈ ഒരു ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാവും ഈ ഒരു വീട്ടിൽ. അപ്പം അന്ന് അമ്മായി വർഷങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. അമ്മായി ആയിരിക്കും അന്ന് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് ഉണ്ടാക്കലും ആ ഒരു പരിപാടിയിൽ ആര് വന്നാലും അവിടെ ഫുഡ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. അത് പണ്ട് മുതലേ വലിയുമുള്ള സമയത്തെ അങ്ങനെയായിരുന്നു. പുതിയങ്ങാടിക്കാരെന്ന് പറഞ്ഞാൽ സൽക്കാരപ്രിയരാണ്. അതായത് എപ്പം ആര് എപ്പോൾ വന്നാലും അവിടെ ഫുഡ് ഉണ്ടാവും. സൽക്കരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണെങ്കിലൊക്കെ ആരെപ്പോൾ വന്നാലും എത്ര ഗസ്റ്റ് വന്നാലും അവിടെ ഫുഡ് റെഡിയാക്കലും ആ ഒരു സൽക്കാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാട്ടോ. ഞാൻ പൊതുവേ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നേർച്ച നടക്കുന്ന സ്ഥലം. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാടൊന്നും പറയുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരാളല്ല. പക്ഷേ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പുള്ള ഫെസ്റ്റിവൽ ഈ കച്ചവടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലാണ്ട് ബാക്കി പരിപാടിക്കൊന്നും നമ്മൾ മുമ്പിൽ നിൽക്കാറില്ല. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ നാട്ടിലൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ എനിക്ക് ഇതിന് കൂടുതൽ ഒന്നും പറയാനില്ല. പോസിറ്റീവും ഞാൻ പറയുന്നില്ല, നെഗറ്റീവും പറയുന്നില്ല. അപ്പം ഈ വീഡിയോ ഇടാണ്ടിരിക്കണോ എന്ന് ഞാൻ വിചാരിച്ചു ആദ്യം. പിന്നെ വിചാരിച്ചു ഏതായാലും ഞാൻ വീഡിയോ എടുത്തല്ലേ, അപ്പം എവിടെ നിങ്ങൾ താമസിച്ചു എന്നൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടേ മതിയാവും. അപ്പം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നമ്മൾ വൈകുന്നേരം എത്തി. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് എൻ്റെ ഉമ്മയും ഉപ്പയും കാക്കയും അനിയത്തിയും എല്ലാവരും ഉള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് 3 ദിവസവും ഫുഡ് ഉണ്ടാവുക. എൻ്റെ ഉമ്മ ഫുൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് കിടക്കാൻ വരുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് വരിക. രാവിലെ ഞങ്ങൾ തിരിച്ച് ഇക്കാൻ്റെ വീട്ടിലോട്ട് തന്നെ പോകും. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് തന്നെ ഉമ്മ പിന്നെ ഇതിൻ്റെ ഒരാളാട്ടോ. ഉമ്മക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഉമ്മ ചെറുപ്പം തൊട്ടേ ഇത് കണ്ട് വളർന്നുകൊണ്ട് തന്നെ ഉമ്മക്കിത് ഭയങ്കരമായിട്ട് ഉമ്മ പണ്ട് മുതലേ എൻജോയ് ചെയ്യും. എൻ്റെ വല്യമ്മ പറഞ്ഞാണ്, ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇത് ആ ഫുള്ളിരുന്ന് കാണും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതിപ്പോൾ ഉമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല, ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ഒരാളാണ്. അത് നെഗറ്റീവായിട്ട് എടുക്കുകയല്ല, പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി എൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ. വൈകുന്നേരം അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് അങ്ങനെ കാര്യമായിട്ട് അവിടെയിൽ കാണാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ പോകുന്നത് കേട്ടോ. റൂയിമോൾ പിന്നെ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആ ഒരു ലൈറ്റും ഈ ടോയ്സുകളും എല്ലാം കൂടി കണ്ടിട്ട് അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കൂടാണ്ട് ആന ഭയങ്കര പേടിയാണ്.
അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് അത് നിങ്ങൾ കാണാം, വീഡിയോയിൽ ഉണ്ട് കാണിക്കുന്നത്. വണ്ടിയിൽ പോകുന്ന സമയത്ത് ആന നേരിട്ട് കണ്ടപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്ന് സമാധാനമായി. ടി വിയിലൊക്കെ ആന കണ്ട ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ് ആനനെ. അങ്ങനെ ഇതാ നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായി. ഈ വരവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പതുക്കെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത് പുതിയങ്ങാടിൽ ആ ഒരു 3 ദിവസം അങ്ങനെയാണ്. ഇപ്പം വരവുകളൊക്കെ വൈകുന്നേരം മാത്രം ആക്കിയതുകൊണ്ട് തന്നെ കുറേയൊക്കെ ആ ഒരു പകൽ സമയത്തുള്ള ട്രാഫിക്കല്ല, ഭയങ്കര ബ്ലോക്കായിരിക്കും. അതൊക്കെ മാറിയിട്ടുണ്ട്. ഇതെനിക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സോഫയായിരുന്നു, ഇക്കാൻ്റെ വീട്ടിലുള്ള സോഫയായിരുന്നു. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അതിപ്പം കുറച്ചുകൂടെ ലെങ്തി ഉണ്ടായിരുന്നു കേട്ടോ, ലെങ്തി ആയിരുന്നു. അത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിവിടെ എൻ്റെ വീട്ടിലാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ റൂമോൾ നല്ല ടയർഡായിരുന്നു, കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ആ ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ മൺഡേ ആയിരുന്നു. സൺഡേ ആണ് ഫസ്റ്റ് ഡേ നേർച്ചയുടെ. സെക്കൻഡ് ഡേ ഇതാ മൺഡേ. മക്കളൊക്കെ ഇതാ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന തിരക്കിലാണ്. അനിയത്തിയും നാത്തൂനൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു രാവിലെ തന്നെ. നമ്മൾ പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഫ്രീ ആണ്. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. റൂയിമോളാണെങ്കിൽ ആ സോഫ കണ്ടപ്പം നല്ല സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റേത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഒരു കരച്ചിലൊക്കെയാണ്. അവൾക്ക് ഇക്കാരെ വീട്ടിൽ മാത്രമേ കിടന്നുറങ്ങുള്ളൂ, അങ്ങനത്തെ ഒരു ശീലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ സോഫ കണ്ടപ്പം സമാധാനമുണ്ട്, നമ്മൾ വീട്ടിലെ സോഫ ആണെന്നല്ലോ വിചാരിച്ചിട്ട്. പിന്നെന്താ പത്തിരി, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്. ഉമ്മ മരുമോനെ സൽക്കരിക്കുകയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇക്ക ഇവിടെ നിൽക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എപ്പോഴും വിളിക്കും. ഞാനിപ്പം ഇടയ്ക്ക് എപ്പോഴോ 1-2 ദിവസം നിന്നിട്ടുണ്ട്. റോസുവിനും റെയിനും ഉമ്മ വിട്ടില്ല. ഞാനും ഇക്കയും റൂഹിയുമാണ് പിന്നെ പോകുന്നത്. റൂഹിനെ സ്കൂളിൽ ചേർക്കാനുണ്ട്, അതിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. ആ വേറെ കാറിൽ വരും കേട്ടാ. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോവാട്ടാ. ഊയിന്റെ വീട് പൊളിച്ചിട്ടിക്കണ്. ഊയിന്റെ വീട് പൊട്ടിപ്പോയി. ബെഡൊന്നുമില്ല, ഊയിന്റെ ബെഡൊക്കെ പൊട്ടി. ആള് കൊണ്ടേ കൊണ്ടേ ആര് കൊണ്ടേ. പോകുന്ന വഴി ബാങ്കിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ATM കാർഡ് റെഡിയാക്കാനുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങി. ഇത്തവണ എന്തായാലും നമ്മൾ നാട്ടിൽ വന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗിലധികം ഒന്നും കാണുന്നുണ്ടാവില്ല. ഞാൻ ഒരുപാട് വ്ളോഗ്സൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എൻ്റെ കൂടെ വീട് പൊളിക്കലും നേർച്ചയും കല്യാണ ഫംഗ്ഷനും എല്ലാം കൂടിയായിട്ട് ആകെ മൊത്തം ബിസിയായിരുന്നു. ഇവിടെ ഇറങ്ങിക്കോട്ടാ, റൂയിൻ്റെ സ്കൂളിൽ ഇറങ്ങിക്കോട്ടാ. റൂയി സ്കൂളിൽ പോകണ്ടേ? ഇന്ന് സ്കൂളിൽ പോയിക്കോ, വാ. ഇവിടെ അങ്ങനെയൊക്കെ ചേഞ്ച് വന്നോ? ഞാൻ പഠിച്ച എൻ്റെ സ്കൂളാണ്, MES സ്കൂൾ തിരൂർ. ഇവിടെ റീനു മോണ്ടിസോറി പഠിച്ചിട്ടുണ്ട്. റോസ് പഠിച്ചിട്ടില്ല. റോസ് ചെറുപ്പം തൊട്ടേ അവിടെ ആയിരുന്നു. ഇനിയിപ്പം റൂയിമോൾ ഇവിടെ ചേർക്കണം വിചാരിക്കണം ഇൻഷാ അല്ലാഹ് ഈ വർഷത്തേക്ക്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുവാണ്, വന്നതാണ്. റൂയിൻ്റെ സ്കൂളിലെ പാർക്കൊക്കെ അത് പാർക്ക്. പാർക്കിൽ പോകണോ? സ്കൂളിൽ പോവുകയാണെങ്കിൽ മാത്രം പാർക്കുള്ളൂ കേട്ടോ. സ്കൂളത്തെ പാർക്കാണ്. പോവാ? സ്കൂളിൽ പോവോ? സത്യം സത്യം പറയും. ഊഞ്ഞാലുണ്ടോ? സത്യം പറയും. സത്യം. അവിടെ ലിറ്റിൽ ജെംസ് മോണ്ടിസോറി പ്ലേ സ്കൂളുണ്ട്. ചെറിയ കുട്ടികൾക്കെന്ന് തോന്നുന്നു, 3.5 വയസ്സായ കുട്ടികൾക്ക് തൊട്ടിട്ടുള്ള. സ്കൂളത്തെ പാർക്ക് അതാണ്. അഡ്മിഷൻ എടുത്തോ? അഡ്മിഷൻ നാളെ വരാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ കിട്ടില്ലാന്ന് പറഞ്ഞു. ആ സ്കൂളിന്റെ എൻട്രൻസ് ഒക്കെ എന്തൊക്കെയാണ് ചേഞ്ചസ് ആക്കി നോക്കി. നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ഉള്ള സമയത്ത് തന്നെ അവിടെ ഇതില്ലേ ഷീറ്റ് ഉണ്ടായിരുന്നില്ലേ.
ഫുൾ ക്ലോസ്ഡ് ആയില്ലേ? ഇവിടെ ഓക്കെ പാർക്ക് ഇതാണ് പ്ലേ സ്കൂൾ. പ്ലേ സ്കൂളായ റൂഹിനെ സ്കൂൾ ചേർത്തില്ലേ? നാളെ ചേർക്കുള്ളൂ. പോണോ സ്കൂൾ പോണോ? ഉമ്മ ഇല്ലേട്ടാ, പപ്പ ഇല്ലേട്ടാ? ഉമ്മി പപ്പയൊന്നും ഇല്ല. ഫ്രണ്ട്സ് ഉണ്ട്. റൂഹിക്ക് ഫ്രണ്ട്സ് ഉണ്ടോ? ടീച്ചർ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. റൂഹി പേടിക്കൂല, റൂഹിക്ക് അറിയില്ല. റൂഹിക്ക് അറിയോ? നമുക്ക് വീട്ടിൽ പോകാം. നമ്മളിപ്പോ വീട്ടിൽ പോവാ, എന്നിട്ട് റിസോണ്ട് വരും. വീട്ടിൽ വരാൻ തോന്നുന്നുണ്ട്. റിസ വീട്ടിൽ നല്ല ആളാണ്. ഇപ്പൊ നീയാണ് ഇപ്പൊ സ്കൂളിൽ കരയില്ലാന്ന് പറഞ്ഞാല് ഇപ്പൊ കരി റിസിനെ ചോദിച്ചു കരയുന്നു. റിസൊക്കെ ഇവിടെ സ്കൂൾ പഠിക്കുന്നുണ്ട്. റിസ വേറെ ക്ലാസ്സിലുണ്ടാവും, വേറെ റോസ് വേറെ ക്ലാസ്സിലുണ്ടാവും കേട്ടോ. നോമ്പ് എണ്ണ അടിക്കാൻ പോ. എണ്ണ എടുക്കുന്നില്ല, എനിക്ക് നോമ്പ് വേണം. കൊറേ കാലം കഴിച്ചിട്ട്. അതെത്ര ആ ബാഗിലുള്ളത്? അതിനെത്ര? എത്ര? 100 രൂപ. 100 രൂപ. ആ ഒന്ന് ഇതൊന്ന് കൊടുത്തു. ഇതൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ല ഈ 2025 ഞങ്ങൾ ഹൗസ് ഫാമിങ് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ മക്കളൊക്കെ ഇവിടേക്ക് ചേർക്കണം. റീനുവിനെയും റോസുവിനെയും റൂഹിനൊക്കെ ഇവിടെ ചേർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ റൂഹിൻ്റെ അഡ്മിഷൻ്റെ സമയമാണ് ഇപ്പം. മോണ്ടിസോറി അതായത് KG1 അഡ്മിഷൻ്റെ സമയമാണ്. അപ്പോൾ അതാണ് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടില്ല, കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ദായിക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പം താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാത്രി എൻ്റെ വീട്ടിലും പോവും, പകൽ മുഴുവൻ ഇവിടെ ഉണ്ടാവും. പിന്നെ അപ്പോൾ ഇത് തണ്ണിമത്തൻ മുറിക്കായിരുന്നു കേട്ടോ. ഇക്ക പുറത്തുനിന്ന് വന്നുകൊണ്ട് തണ്ണിമത്തൻ മുറിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ മുറിച്ചത് ശരിയായില്ല പറഞ്ഞിട്ട് ഉമ്മ മുറിക്കുകയാണ്. യെല്ലോ കളർ തണ്ണിമത്തൻ എനിക്കത് ഇഷ്ടമായില്ല. പിങ്ക് കളറാണ് കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. പിന്നെ ഇതാ ഇത്തവിടെ മീനൊക്കെ ഫ്രൈ ആക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ചോറിനുള്ള ചോറ് ഇവിടെയാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച ശേഷം പിന്നെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. റീനും റോസിനൊക്കെ കൂട്ടിയിട്ട് അവർ വീട് പൊളിക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ ഷെഫീക്ക്, ആളും പിന്നെ അൻവർക്കും രണ്ടുപേരുമാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതാ അമ്മാവിൻ്റെ മോനെ കൂട്ടിയിട്ട് ഇതാ വന്നിട്ടുണ്ട് എല്ലാവരും കൂടി വീട് പൊളിക്കുന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെന്തൊക്കെയാണ് പറഞ്ഞാലും നമുക്ക് ഈ ഒരു വീട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടായിരുന്നു കേട്ടോ. പക്ഷേ പറഞ്ഞല്ലോ, വീണ്ടും പറയാൻ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ പൊളിക്കല്ലാണ്ട് വേറൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളത് നിലനിർത്തിയിട്ട് അത് ക്ലീനാക്കി കൊണ്ടുനടക്കാനും പറ്റില്ല. പിന്നെ അത് ആകെ മൊത്തം കേടായിട്ടുണ്ട്, പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല. അപ്പോൾ അത് എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇക്കാൻ്റെ സെക്കൻഡ് ബ്രദറാണത്. പിന്നെ എൻ്റെ ഉപ്പയും എല്ലാവരും മരങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ അവർ നേരെ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാത്രിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കുറേ പണിയുണ്ടായിരുന്നു വീട്ടിൽ, കുറേ സാധനങ്ങൾ പുതിയ വീട്ടിൽ കൊണ്ടാക്കാനും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരാൾ നിൽക്കുന്നു. ഞാൻ എൻ്റെ റൂയിമോട് പോട്ടെ. എന്ത് റൂയി? പിന്നെ റോയി ഇതാ പാതി വഴിയിൽ നിൽക്കുകയാണ്. സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുന്നില്ല, കാരണം വരുന്ന വഴിയിൽ കുറേ ടോയ്സും കാര്യങ്ങളും ആ ഒരു ഫെസ്റ്റിവൽ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇക്കയാണെങ്കിൽ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് ഇക്കയും വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഉപ്പ മക്കളെയും കൂട്ടി, ഉപ്പി അനിയത്തിയും കൂടി മക്കളെയും കൂട്ടി പോവാണ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അമ്മാവിൻ്റെ വീട്ടിൽ നേരെ റോഡ് സൈഡിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഞങ്ങളത് ആ ചായ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നല്ലൊരു വൈബാട്ടോ. അതായത് ഈ ഒരു ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫാമിലിയിലെല്ലാവരും വന്നിട്ടൊരു കല്യാണാഘോഷം പോലെയാണ് ഇവിടെ വീട്ടിലിരിക്കാനാണ് രസം. അപ്പോൾ അമ്മാവനിതാ എന്തൊക്കെയോ സാധനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട്. രാത്രി ഫുഡ് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മായി. ശരിക്കും സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു വീട്ടിൽ. ഇപ്പോൾ ഞങ്ങൾ ഉള്ള വർഷം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ. ഞങ്ങളെ ഫാമിലിയും പിന്നെ അമ്മായിയുടെ ഫാമിലിയും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. ഞാനെന്താ വീണ്ടും ഫുഡ് കഴിക്കണം. ഈ ഒരു വ്ളോഗ് മൊത്തം ഫുഡ് അടിയുടെ വ്ളോഗായിട്ട് മാറുമെന്ന് എനിക്കറിയില്ല, കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസും ഞാൻ എടുക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പം നെയ്ച്ചോറും കോഴിക്കറിയുണ്ട്, അത് ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നല്ല മാങ്ങ
ചെമ്മീൻ തേങ്ങ അരച്ച കറി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നെയ്ച്ചോറും കോഴിക്കറിയും കോഴി പൊരിച്ചതും കഴിച്ചിട്ട് അത് കഴിക്കാമെന്ന് പറഞ്ഞു അമ്മാവൻ. അങ്ങനെ ഇതൊക്കെയാണ് അന്നത്തെ ഫുഡടി. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു ഇടണോ ഇടണ്ടേ എന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ, അതിൻ്റെ ഒരു വൈബ് അത് വേറെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ. ആൾ നല്ല ഫ്രണ്ട്ലിയാണ്, പ്രത്യേകിച്ച് അമ്മാവനോട് നല്ല രസമാണ് അതിൻ്റെ ഒരു കാട്ടിക്കുട്ടിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെല്ലാവരും പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു നേർച്ചയുടെ വൈബൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബീഫ് ഫ്രൈ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടിയില്ല. അപ്പോൾ റീനു കഴിക്കുന്ന സമയത്താണ് ആ ബീഫ് ഫ്രൈ കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറും ബീഫ് ഫ്രൈയും കൂടി കഴിച്ചു. ഫുഡാണല്ലോ നമുക്ക് പ്രധാനം. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. തലേ ദിവസത്തെ ബീഫ് കറി ഇല്ലേ, ആ ബീഫ് കറി, ഈ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ് കണ്ട ബീഫ് കറി ഇല്ലേ, അത് ഫ്രൈ ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഷാബിൻ വന്നിട്ടുണ്ട്. അമ്മാവിൻ്റെ രണ്ടാമത്തെ മോനാണ് ഷാബിന്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി. അപ്പോൾ രണ്ടാമത്തെ നേർച്ച ആയതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് വരവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടാണ് ഉമ്മ നേരത്തെ വന്നത്, അല്ലെങ്കിൽ ഉമ്മ അമ്മാവിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം. അപ്പം വരവ് വരുന്നതുകൊണ്ട് തന്നെ ഉമ്മ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി പോവാണ്, എൻ്റെ വീട്ടിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ഇക്കാക്ക് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ കിടക്കണം. അങ്ങനെ പോകുന്നത് ഇപ്പം വളഞ്ഞ് തിരിഞ്ഞാണ് പോകുന്നത്, കാരണം സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല, അവിടെ വരവ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങും. ഞങ്ങൾ കുറേ 5 മിനിറ്റിൻ്റെ യാത്ര ഞങ്ങളൊരു അരമണിക്കൂർ യാത്രയാക്കിയിട്ട് മാറ്റി തിരിഞ്ഞും വളഞ്ഞൊക്കെയാണ് നമ്മളെ വീട്ടിന് അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ വീട്ടിലോട്ടുള്ള ഒരു ജംഗ്ഷൻ്റെ അവിടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു വരവ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുവാണ്. പേടിക്കണ്ട, ആന പപ്പാന്റെ ഫ്രണ്ടാട്ടാ. നല്ല ആന നെറ്റിപ്പട്ട കിട്ടിയിരിക്കണ ആന അതാ തല പൊക്കുന്നുണ്ട്. നിങ്ങള് ഫ്രണ്ടിൽ കേട്ടോ എല്ലാരും കൂടെ നോക്കണേ. ഏയ് ഇതാരെ റൂയി ഊഴിക്കറിയില്ല. ഊഴിക്ക് ഇഷ്ടായ ആനോട് ബൈ പറയണ. ബൈ പറയണ. ബൈ. ഊഴിക്ക് പേടിയോ? നല്ല കുട്ടിയാ. നമ്മള് പോവാട്ടാ. ബൈ. ലൈറ്റ് ഇതാ. പൂവിന്റെ ബലൂണ് ഇടയ്ക്ക് നല്ല ഇഷ്ടമുള്ള ബലൂൺ. അങ്ങനെ മൂന്നാമത്തെ ദിവസം മോർണിംഗ് നൂൽപുട്ടും തേങ്ങാപ്പാൽ കറിയും
പിന്നെ അവിടെ കടലക്കറിയും പുട്ടും പഴവും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നൂൽപുട്ടും തേങ്ങാപ്പാൽ കറിയും. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫുഡ് വ്ളോഗാവോ, മീൻസ് ഫുഡ് അടി വ്ളോഗാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ദയവായിട്ട് ക്ഷമിക്കുക ബോറടിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ എന്താ പറയുക, നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്തായാലും ഇനി രാത്രിയിൽ വരുന്നില്ല, അവിടെ നിൽക്കുകയാണ്, ഇക്കാൻ്റെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും എല്ലാം ഫുൾ പാക്കിങ്ങിൽ പോവാണ്. അപ്പോൾ ബ്രോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രോസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ പോകാൻ നേരമാണ് അമ്മാവൻ വിളിക്കുന്നത്. ഉച്ചത്തേക്ക് അവിടെ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. ബിരിയാണിയാണ്, ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം എല്ലാവരും കൂടി റെഡിയായി അവിടേക്ക് പോവുകയാണ്. തലേന്ന് അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് മീൻസ് ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ബ്രോസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും കൂടി പോവാണ്. അപ്പം മക്കൾക്കാണെങ്കിൽ റീനു റോസിനൊക്കെ ഇങ്ങനത്തെ ഒരു വൈബ് കാണുമ്പം അവിടുന്ന് പോരാൻ തോന്നില്ല. അപ്പം അവരെന്നെ നിർത്തി പോരാൻ പറ്റില്ല, കാരണം മൂന്നാമത്തെ നിർച്ചയാണ്, നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അവരെ ഇങ്ങനെ അവിടെ നിർത്തേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വീട്ടിലോട്ട് പോകുന്നത്. അതൊക്കെ ടോയ്സൊക്കെ അവളെ കയ്യിലുള്ള വേറെ പൊട്ടി കൊടുത്തിട്ട് അവൾക്ക് പാത്രം ആ പാത്രം ചട്ടി ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് എടുത്തേക്കുക, ഇങ്ങോട്ട് അവിടെ കൊണ്ടുവരിക. മാങ്ങ ഉപ്പിട്ടത് വാങ്ങിക്കണതൊന്നും കഴിക്കാൻ പാടില്ല. ഇവിടെ ഈ ഭാഗത്താണ് അല്ലേ ചട്ടി കലം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉള്ളത്. ഇങ്ങനത്തെ ഇട്ടിട്ടുണ്ടല്ലോ. ടോയ്സ് വാങ്ങണേ, നമ്മള് പോവാണ്. ഇവിടെ ഫുള്ള് നമുക്ക് ദുബായ് ഊയിക്കല്ലേ ടോയ്സ് വേണ്ട പറഞ്ഞേ. ടോയ്സ് ലുലുണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ കഴിഞ്ഞു. ആ ഊയിക്ക് ടോയ്സ് വേണ്ടല്ലോ, വേറെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാല്ലോ റൂയി പറഞ്ഞേ. തന്നെ ഏത് വേണ്ടി കുട്ടിക്ക്? ഏത് ഏത് ടോയ്? അങ്ങനെ റൂയിമോൾക്ക് വീണ്ടും ടോയ്സ്, ഒരു കവർ നിറയെ ടോയ്സ് അവിടെ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട് നിറച്ച സ്ഥലത്ത് നിന്ന് കേട്ടോ. അങ്ങനെ ഇവിടെ ഇറങ്ങി അവിടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ആദ്യം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പാക്ക് ചെയ്ത് മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഒരു മണമൊക്കെ അടിച്ചപ്പോൾ പിന്നെ വേഗം അവിടുന്ന് കഴിച്ചു. ഇക്ക പറഞ്ഞ കഴിച്ചിട്ട് പോകാമെന്ന് അമ്മാവനിങ്ങനെ നിർബന്ധിച്ചപ്പം ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് പോന്നു. അപ്പോൾ ഇത്തവണ എൻ്റെ വീട്ടിലും അമ്മാവൻ്റെ വീട്ടിലും അത്യാവശ്യം ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് വന്ന് ചായ കുടിച്ചിട്ട് പോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ലഗോൺ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ ആ ലഗോൺ ചിക്കനാണ്, മീൻസ് ലെഗാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എനിക്ക് ആ ലെഗ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ലെഗ് തപ്പി പിടിച്ചെടുത്ത് അങ്ങനെന്താ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി എന്തായാലും വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു ദിവസം വൈകിട്ടായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായത്, ആന ഇടഞ്ഞ പ്രശ്നം ഉണ്ടായത്. ഇടഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഒരാളെ മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ, വേറെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അയാളെന്തോ ആന എന്തോ ഉപദ്രവിച്ചെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണെന്ന് സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും 3 ദിവസത്തെ പുതിയങ്ങാടി ഫെസ്റ്റിവൽ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ റൂയിൻ്റെ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിഷൻ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അഡ്മിഷൻ്റെ ഫോമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് റൂഹിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എത്ര പേർക്ക് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ
കമൻസ് താഴെ എഴുതി അറിയിക്കുക. ബോറടിച്ചെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.